സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അവൻ്റെ പരിചയക്കാരൻ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്തു നിന്നു. ലോകസുവിശേഷം 23 അധ്യായം 49 വാക്യം. യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർക്കും ഇങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടാകും. ഭീകരമായൊരു മണിക്കൂറിനെക്കുറിച്ച് സുവിശേഷങ്ങൾ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും ചില വിശ്വസ്തരായ സുഹൃത്തുക്കളെക്കുറിച്ച് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്ന മതനേതാവായിരുന്നു യോസഫ്. യോഹന്നാൻ 19:38 വാക്യം. പെട്ടെന്ന് ധൈര്യം പ്രാപിച്ച് പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം വിട്ടുകൊടുക്കാൻ അപേക്ഷിച്ചു. ലൂക്കോസ് 21:57 വാക്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പീവത്സമായി ക്രൂശിക്കപ്പെട്ട ഒരു ശരീരം ഏറ്റെടുത്ത് വളരെ സ്നേഹാദരവോടെ അതിനെ സംസ്കാരം തയ്യാറാക്കുന്നത്. വാക്യം 53. യേശു കടന്നു പോയ ആ വഴികളിലൂടെയും കല്ലറ വരെയും കൂടെ നിന്ന സ്ത്രീകളുടെ ഭക്തിയും ധൈര്യവും ഒന്ന് ഓർത്തു നോക്കുക. മരണത്തിൻ്റെ മുഖത്തിലും മരിക്കാത്ത സ്നേഹം. ഇവരാരും ഒരു ഉയർപ്പ് പ്രതീക്ഷിച്ചവരല്ല. ദുഃഖത്തിൽ പങ്കുചേർന്നവരാണ്. അദ്ദേഹം അവസാനിക്കുന്ന പ്രത്യാശയില്ലാത്ത മ്ലാനമായാണ്. മടങ്ങിപ്പോയി സുഗന്ധവർക്കം പരിമളതൈലം ഒരുക്കി കൽപ്പനനുസരിച്ച് ശബ്ദത്തിൽ സ്വസ്ഥമായിരുന്നു. വാക്യം 55-56 വാക്യം. ശബ്ദത്തിൻ്റെ ഒരു ഇടവേള. ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ രംഗത്തിന് അരങ്ങത്ത് ഒരുങ്ങുകയായിരുന്നു എന്നവർ അറിയില്ല. സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത കാര്യം യേശു ചെയ്യുവാൻ പോകുകയായിരുന്നു. മരണത്തെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് മാറ്റാൻ പോവുകയാണ്. ഏറ്റവും മോശമായി സംഭവിക്കുമ്പോൾ ആശ്വാസം എവിടെ നിന്ന് കിട്ടും? പുനരുത്ഥാനം യഥാർത്ഥമായത് എന്തെന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ പുത്രന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിലുള്ള ആ ദിനം എങ്ങനെയായിരുന്നു എന്ന കാര്യം ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്. എൻ്റെ മേലുള്ള പാവത്തിൻ്റെ ശാപം മാറ്റിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്കൾ ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.